അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഹുമൂസ് ഉണ്ടാക്കാമെന്നുള്ള വീഡിയോയുമായിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് കടലപ്പരിപ്പാണ്. ഇതിന് പകരം വെള്ളക്കടല വെച്ച് നമുക്കിത് ചെയ്തെടുക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് കടലപ്പരിപ്പാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർക്കാൻ വെക്കാം. സാധാരണ ഇത് ഉണ്ടാക്കുന്നത് വെള്ളക്കടല വെച്ചിട്ടാണ്. അപ്പോൾ ഈ കടലപ്പരിപ്പ് വെച്ചിട്ട് ഒന്ന് ഉണ്ടാക്കാം. ഇത് വെച്ച് ഞാൻ ചെയ്തെടുക്കാറുണ്ട് ഇടയ്ക്ക്. രണ്ടും വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് വെക്കാം. എന്നിട്ട് ഒരു 4-5 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. അപ്പം നന്നായിട്ട് ഇത് കുതിർന്ന് കിട്ടും. വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ ഒന്നിനൊന്ന് തൊടാതെ കിടക്കും. ഇനി ഒന്ന് അടച്ച് മാറ്റി വയ്ക്കുക. ഇതൊന്ന് കുതിർന്ന് വരട്ടെ. അങ്ങനെ 4 മണിക്കൂറിന് ശേഷം ഞാനൊന്ന് തുറന്നു നോക്കുവാണ്. നല്ലതുപോലെ കുതിർന്നെല്ലാം പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. കഴുകിയെടുത്ത പരിപ്പ് ഇനി ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഉപ്പ് മാത്രം പോരാ, കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് വേണം വേവിക്കേണ്ടത്. ഇതിൻ്റെ നെകക്ക വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ വേണ്ടി വരും ഇത് വേവാൻ. പിന്നെ നിങ്ങൾക്കൊക്കെ എത്ര വിസിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇത് വേവുന്ന അനുസരിച്ച് വെച്ച് കൊടുക്കാം. 3 വിസിലിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നല്ലതുപോലെ വെന്ത് കടലപ്പരിപ്പ് കിട്ടി. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും മറക്കണ്ട. ബെൽ ബട്ടൺ അമർത്തിയാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ബാക്കി കാര്യങ്ങളും കൂടി ചെയ്യാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ തഹീനിയാണ്. അതെന്ന് വെച്ചാൽ വെള്ള എള്ള് അരച്ച് എടുത്ത പേസ്റ്റാണ് ഇത് ഞാൻ ബോട്ടിലിൽ വാങ്ങിച്ചതാണ് ഇതിനകത്ത് ചേർക്കുന്നത്. ഇതില്ലാത്തവർ വെള്ള എള്ള് വാങ്ങിയിട്ട് ഒന്ന് വറുത്ത് പൊടിച്ചെടുത്താൽ മതിയാകും. ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളി ആദ്യം ചേർത്ത് രണ്ടാമത് ഈ തഹീനി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചെറുനാരങ്ങയുടെ ഹാഫ് പോർഷനും കൂടെ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് പുളിയില്ലാത്ത നല്ല കട്ടി തൈര്, അതും കൂടി 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ചേർക്കുമ്പോൾ നല്ല പുളി ഇല്ലാത്ത തൈര് വേണം ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഒരു പുളി ഇങ്ങനെ മുന്തി നിൽക്കും. ഇനി ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലത്തെ എല്ലാം ഒന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് വടിച്ച് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ആ പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത്. ഒറ്റ പ്രാവശ്യം അടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പരിപ്പ് പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർക്കേണ്ടത് ഐസ് ക്യൂബാണ്. 2 പീസ് ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളത്തിന് പകരം ഇതുപോലെ ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഈ കളർ ഇതുപോലെ ഇരിക്കുകയും ചെയ്യും.
ഒരുപാട് വെള്ളം ആവത്തുമില്ല. അപ്പോൾ ഇങ്ങനെ ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്ത് വേണം അടിച്ചെടുക്കേണ്ടത്. നിങ്ങളുടെ കയ്യിൽ ഐസ് ക്യൂബ് ഇല്ല എങ്കിൽ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. കണ്ട ഇതുപോലെ പേസ്റ്റ് പോലെ നന്നായിട്ട് അരച്ചെടുക്കണം. ഒരു പ്രാവശ്യം ഇങ്ങനെ അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാലും കുഴപ്പമില്ല. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ വേവിക്കാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയിട്ട് വേണം രണ്ടാമത് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നല്ലതുപോലെ പേസ്റ്റ് പോലെ നന്നായിട്ട് എല്ലാം അരഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് മാറ്റിയതിന് ശേഷം ഇനി ബാക്കിയിരിക്കുന്ന കൂടി പരിപ്പ് ഞാൻ ഇതുപോലെ തന്നെ ഞാൻ അടിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കുന്നില്ല. അപ്പം ഇതുപോലെ എല്ലാം കൂടി അടിച്ചെടുത്തിട്ട് ഞാൻ കാണിക്കാം. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഹുമ്മൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ചപ്പാത്തിയും കുബൂസും ഒക്കെ ആയിട്ട് ഇത് നല്ല കോമ്പിനേഷനാണ്. നമ്മുടെ മക്കൾക്കൊക്കെ കഴിച്ചില്ലെങ്കിൽ ചപ്പാത്തി ചുട്ടിട്ട് ഇത് അല്പം തേച്ച് ഒന്ന് ചുരുട്ടി കൊടുത്താൽ അവരിങ്ങനെ കൊണ്ട് നടന്ന് കഴിച്ചോളും. അതുതന്നെ ടിഫിനൊക്കെ ആക്കി കൊടുക്കാനും നല്ലതാണ്. അപ്പം ഇത് ട്രൈ ചെയ്യാത്തവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുതിയൊരു വീഡിയോയുമായി ഇനിയും വരാം. Thanks for watching.